ഓം ശാന്തി. ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കുന്ന ഒരു ഗൈഡൻസ് നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വന്തമാക്കിയ എല്ലാ കാര്യങ്ങളും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. ഓർത്തു നോക്കുമ്പോൾ കുഞ്ഞുനാളിൽ അക്ഷരമാല എഴുതാൻ പഠിച്ചു നമ്മൾ. ആദ്യമായിട്ട് ഒരാൾ നമുക്ക് എ എന്നോ ആ എന്നോ താ എന്നോ തറ പറ ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യവും നമുക്ക് ഒറ്റ തവണ എഴുതി പഠിച്ചിട്ടേ ഇല്ല. എഴുതിയതിന് മേലെ കൂടെ പിന്നെയും എഴുതി ഇത് എ ആണ്, ഇത് ആ ആണ് ഒക്കെ നമ്മൾ അക്ഷരമാല സ്വന്തമാക്കി. കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ചേർത്ത് ഇത് പലവട്ടം ആവർത്തിച്ച് പഠിപ്പിച്ചു. അങ്ങനെ നമ്മുടെ കണ്ണും നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും എല്ലാം സ്വീകരിച്ചു. ഓ, ഇത് ഈ വാക്കാണ്, ഇത് ഈ വാക്കാണ്. പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ വീണ്ടും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അക്ഷരമാല പഠിക്കും, കൂട്ടി വായിക്കാൻ പഠിക്കും, വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കും, നന്നായി പറയാൻ പഠിക്കും. അത് നമ്മുടെ സ്വന്തമാകും. ഇത് പഠനം എന്നതായിട്ടൊരു മാർഗത്തിലൂടെ ജീവിതത്തിൽ സ്വന്തമാക്കിയതെല്ലാം നിങ്ങൾ അറിഞ്ഞു പഠിച്ചതോ അറിയാതെ പഠിച്ചതോ ആവട്ടെ, നിരന്തരമായി കണ്ടും കേട്ടും സ്വന്തമാക്കിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയെടുത്ത ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ഒരുപാട് ഉപബോധ മനസ്സിനുള്ള റെക്കോർഡ് ചെയ്ത് വെച്ച് പോയ ഫയലുകളുണ്ട്. പറയുന്നത് 3 തവണ ഒരു പ്രാവശ്യം നമ്മളൊരു കാര്യം കേൾക്കെ ആവർത്തിച്ച് പറയുകയോ ചെയ്താൽ നമ്മുടെ മൈൻഡ് അതിനെ ശരിയാണെന്ന് മാനിക്കും പോലും. 9 തവണ ഒരു കാര്യം ആവർത്തിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് സത്യം എന്ന് നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്ന പറയുന്നത്. ഒരു കാര്യം 108 തവണ പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇതിൽ കുറച്ച് ഉജാല ഒഴിച്ചുകൊണ്ട് ഈ കളർ വെള്ളമാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല മനോഹരമായിരിക്കുന്ന നീല കളറുള്ളതായിട്ടുള്ള വെള്ളമാണ്. ആദ്യം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ആദ്യം 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുകയാണ്. നോക്കിക്കോളൂ, കുറച്ച് ഒഴിച്ചു, രണ്ടാമത്തെ ഒഴിച്ചു, മൂന്നാമത്തെ ഒഴിച്ചു. കുറച്ച് വെള്ളം തിന്ന് പുറത്തു പോയി, അപ്പോഴും ഇതിൻ്റെ കളറിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ അടുത്ത 6 പ്രാവശ്യം കൂടി ഒഴിക്കുകയാണ്. ഇത്രയും വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇതിൻ്റെ കളറ് കുറഞ്ഞു. ഞാൻ ഈ കുപ്പിയിലെ വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ആ ഒരു ബോട്ടിൽ വെള്ളം മുഴുവൻ ഞാനിതിലൊഴിച്ചു. ഇപ്പോഴീ വെള്ളം ഒന്ന് നോക്കിയാൽ നിങ്ങൾ, ഇത് തെളിഞ്ഞ വെള്ളമായിട്ട് മാറി. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ അഫർമേഷൻ ഉണ്ടാക്കുന്നതായിരിക്കുന്ന എഫക്റ്റ്. ഒരു കാര്യത്തെ 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, ശരിയാണ് എന്ന് നമ്മുടെ മനസ്സ് കേൾക്കാൻ തുടങ്ങും. 9 പ്രാവശ്യം പറയുമ്പോൾ ഇത് ശരിയാണെന്ന് മാനിക്കാൻ തുടങ്ങും. 108 തവണ ആവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും അത് സത്യമെന്ന് നമ്മുടെ മനസ്സ് സ്വീകരിക്കാൻ തുടങ്ങും. ഇതാണ് പോസിറ്റീവ് അഫർമേഷൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ്, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനാണ്. ആ സമയം പ്രപഞ്ചം കൂടി നമ്മളിലേക്ക് ഊർജം നിറയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയം. ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മുഹൂർത്തമാണ്. ആ സമയത്ത് പറ്റിയെങ്കിൽ നമ്പർ 1 അറ്റ്ലീസ്റ്റ് സൂര്യോദയത്തിന് മുന്നെങ്കിലും ഉണർന്നുകൊണ്ട് നിങ്ങളൊരു കാര്യത്തിന് 108 തവണ ആവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനുള്ളിൽ ഉപബോധ മനസ്സുകളെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് ഏത് കഷ്ടമുള്ളതായിട്ടുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് കടക്കണികളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, രോഗത്തെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ, സംബന്ധങ്ങളെ സുഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, ഏതാണോ നിങ്ങൾക്ക് വേണ്ട കാര്യം അതിനെ ചുരുങ്ങിയ വാക്കുകൾ എഴുതി തയ്യാറാക്കുക. നിങ്ങൾക്ക് അഥവാ ആവശ്യം കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ ഞാൻ സമ്പന്നനാണ് എന്നെഴുതും. ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അനുഭവത്തിലൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ആഡ് ചെയ്യുകയാണ്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിച്ച സമയത്ത് ഭഗവാന്റെ മഹാവാക്യത്തിൽ മനസ്സിലാക്കിയത്, നമ്മളെല്ലാം ഈശ്വരൻ്റെ മക്കളാണ്. എല്ലാവരും പറയുന്നതാണല്ലോ, ഈ പ്രപഞ്ചം ഭഗവാന്റെ രചനയാണ്, നമ്മളൊക്കെ ഈശ്വരൻ്റെ മക്കളാണ്. സർവശക്തനായ ഭഗവാന്റെ കുട്ടിയായ ഞാൻ മാസ്റ്റർ സർവശക്തനാണ് എന്നെ മാനിക്കുന്നതോടുകൂടി എൻ്റെ ഉള്ളിൽ നിന്ന് ഭയം, രോഗം, കഷ്ടം ഒക്കെ ഓടിപ്പോയേ തീരൂ. അതുകൊണ്ട് ഈ ഒരു അഫർമേഷൻ
ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സമ്പന്നനാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. നിങ്ങൾക്ക് എന്തൊരു കാര്യം തൊട്ടിട്ടും അത് എവിടെയും എത്തുന്നില്ല, ഞാൻ എടുക്കുന്നതൊക്കെ തോൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. സഫലത എൻ്റെ ജന്മസിദ്ധാധികാരമാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ രോഗം എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല എന്നാണോ തോന്നുന്നത്? ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, സമ്പൂർണ്ണ ആരോഗ്യവാനാണ്. നിങ്ങൾക്ക് പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നൊരു കുട്ടിയാണോ? ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ ബുദ്ധിമാനാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യം എന്താണോ അതിന് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന് പറയുമ്പോൾ വെറുതെ പറയല്ല, അതിൽ ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് സർവശക്തനായിരിക്കുന്ന ഭഗവാനെ ആദ്യം സമീപത്തേക്കൊന്ന് വിളിക്കുക. നമ്മൾ വിളിച്ച അടുത്ത സെക്കൻഡ് ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തും. അതുകൊണ്ട് ആ പ്രകാശ സ്വരൂപം തലയ്ക്ക് മേലെ വന്നതായിട്ട് കണ്ടുകൊണ്ട് ആ കിരണങ്ങൾ നമ്മളിലേക്ക് ഒഴുകുന്നറിയുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഒരു 7 വർണ്ണങ്ങളിൽ നമ്മൾ ഈ സൂര്യനെ നോക്കുമ്പോൾ ഇലച്ചാർത്തിൻ്റെ ഇടയിൽ കൂടെ വൈകുന്നേരത്തോ രാവിലെയോ നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു സൂര്യന്മാരെ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണാത്തവർ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ആ കിരണങ്ങൾ ഒഴുകി വരുന്ന കൊച്ചു സൂര്യനെ പോലെ സപ്തവർണ്ണത്തിൽ തിളങ്ങുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാറായിട്ട് നമ്മളിവിടെ ഇങ്ങനെ കാണുക. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴും ഇത് തന്നെ കാണണം. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ എന്ന് പറയുമ്പോൾ സ്റ്റാർ ബ്ലിങ്ക് ചെയ്യുന്നു. ഞാൻ സമ്പന്നനാണെന്ന് പറയുമ്പോൾ എഗെയിൻ അതേപോലെ സപ്തവർണ്ണത്തിൽ തിളങ്ങുന്നു. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു 108 തവണ ആവർത്തിക്കാൻ പറ്റിയാൽ ഇതിനേക്കാൾ അധികം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഹീൽ ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു മെഡിസിനും ഇല്ല, അല്ലെങ്കിൽ വേറൊരു മെത്തേഡും ഇല്ല. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം ഇത് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് അഥവാ 108 തവണ ആകുമ്പോഴത്തേക്കും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പേപ്പറും പെന്നും എടുത്തോളൂ, ഒരു ബുക്ക് എടുത്തോളൂ, എന്നിട്ട് അതിൽ എഴുതിക്കോളൂ. പറഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് എഴുതിക്കോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏകാഗ്രത കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലെ ഏതോ മുറിവും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഏതൊരു വിഷമത്തിനെ അതിജീവിക്കാൻ പറ്റും. ഒന്ന് ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യത്തിനും ആകർഷിച്ചെടുക്കാൻ, മറ്റൊന്ന് നമ്മുടെ ആരോഗ്യത്തിനെയും സന്തോഷത്തിനെയും നിറയ്ക്കാനും സാധിക്കും. കൊച്ചു ടെക്നിക്കാണ്, തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കത് ചെയ്യാനും ജീവിതത്തിൽ വേണ്ടതെല്ലാം ആകർഷിച്ചെടുക്കാനും സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.